അസ്സലാമു അലൈക്കും. ഐസിലെ രാജാവായ മിൽക്കി ബാർ ഈസിയായും ടേസ്റ്റിയായും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ കിട്ടുന്ന അതേ രുചി നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ച് തയ്യാറാക്കുന്ന ഒരു രീതി. അപ്പോൾ അതെങ്ങനെയെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ടയുടെ മഞ്ഞ, 1 കപ്പ് ഫുൾ ഫാറ്റ് പാൽ, 1/4 കപ്പ് പാൽപ്പൊടി, 1/3 കപ്പ് പഞ്ചസാര, ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ശേഷം ഇത് തിളപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. മുട്ടയുടെ മഞ്ഞ ചേർത്തത് കൊണ്ട് തന്നെ ഇത് നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കണം. തീ കൂട്ടി വെക്കാനും പാടില്ല. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അടി പിടിക്കും ചെയ്യും. പതിയെ തിള വരുന്നതോടുകൂടി ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. ഇത്രയും മതി. കണ്ട അരിയിലൂടെ തിള വരുന്നത്. ഈ സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. ചൂടോടുകൂടി തന്നെ അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പ പാത്രം വെച്ച് ഇതിലേക്കായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് അരിച്ചു മാറ്റുക. ചൂട് മാറാൻ നിന്നാൽ കട്ടിയായി മാറും കേട്ടോ. ഇനി ഈ പാൽ മിക്സിലേക്കായിട്ട് 1/4 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കണം. ചോക്ലേറ്റ് ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ചോക്ലേറ്റ് ഇതിലൊന്ന് അലിഞ്ഞു ചേരണം കേട്ടോ. ചോക്ലേറ്റ് നല്ലപോലെ അലിയിച്ചെടുത്തതിന് ശേഷം നല്ല ചൂടൊന്ന് മാറിക്കഴിഞ്ഞാൽ ഒരു ക്ലിംഗ് റാപ്പ് കൊണ്ട് മൂടി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റണം. ഫ്രിഡ്ജിൽ ഇത് 3 മണിക്കൂർ സമയം വെക്കണം കേട്ടോ. ഇതിന് ശേഷമാണ് നമ്മൾ ഐസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. മൂന്ന് മണിക്കൂറിന് ശേഷം ഒരു ബൗളിലേക്കായിട്ട് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക. ഇതിലേക്കായിട്ട് 1 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റും ചേർത്ത് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് കേക്കിന്റെ അത്ര തന്നെ സിപ്പായി വരേണ്ട കേട്ടോ. ഐസ്ക്രീം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ബീറ്റ് ചെയ്യില്ലേ, അത്രയും മതി. ഇത്രയും മതി. ഇനി ബീറ്ററിന്റെ ആവശ്യമില്ല. ഇനി നേരത്തെ ഫ്രിഡ്ജിൽ വെച്ച ഈ പാലിന്റെ മിക്സ് ഉണ്ടല്ലോ, ഇത് പുറത്തേക്ക് എടുത്തിട്ട് ഇതിലേക്കായിട്ട് ബീറ്റ് ചെയ്ത ക്രീമിൽ നിന്നും കുറേശ്ശെ ചേർത്ത് ഒരു സ്പാച്ചിൽ കൊണ്ടാണ് മിക്സ് ചെയ്യേണ്ടത്. ബീറ്റർ ഉപയോഗിക്കരുത്. നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. മിക്സിങ് ശരിയായിട്ടില്ലെങ്കിൽ രണ്ട് ഭാഗത്തായിട്ട് കിടക്കുകയുള്ളൂ. ഇനി സ്പാച്ചിൽ മാറ്റി ഒരു വിസ്ക് കൊണ്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇത്രയും മതി. ഇനി ഇത് ഐസ് മോൾഡിലേക്ക് മാറ്റി കൊടുക്കാം. 1/4 ഭാഗം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷമാണ് ബാക്കിയുള്ളത് ഒഴിച്ചു കൊടുക്കേണ്ടത്. പുറത്തേക്ക് വന്നതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ശേഷം ഇതിനെ മൂടി വെക്കുക. മൂടി വെച്ചതിന് ശേഷം ഇതിൻ്റെ സ്റ്റിക്ക് കുത്തി കൊടുക്കണം. ഇനി ഇതിനെ ഫ്രീസറിലേക്ക് മാറ്റി കൊടുക്കുക. 10-12 മണിക്കൂർ ഫ്രീസ് ചെയ്യുമ്പോഴാണ് ഐസിന്റെ ഫോമിലേക്ക് മാറുന്നത്. ഐസ് ട്രൈ കുറവായതിനാൽ തന്നെ കുറച്ചുകൂടി ക്രീം ബാക്കിയുണ്ട്. ഇത് സിപ്പപ്പിന്റെ കവറിലേക്ക് ഒഴിച്ചിട്ട് നമുക്കൊരു ഐസാക്കി മാറ്റാം. ഇതിനായി ഒരു പരന്ന പാത്രത്തിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ സിപ്പപ്പിന്റെ കവർ ഉണ്ടല്ലോ, ഇതിലേക്ക് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ചോക്ലേറ്റിന്റെ വായ്ഭാഗം മൂടാതെ വേണം ഇതിലേക്ക് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട്. ഒരു വശം നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ മറിച്ച് മറ്റേ വശവും ഇതുപോലെ തന്നെ ഒന്ന് ചൂടാക്കി എടുക്കുക. ഈ സമയം കൊണ്ട് തന്നെ ചോക്ലേറ്റ് നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ടാവും. ഇതിന്റെ ഈ സിപ്പപ്പ് കവറിന്റെ 1/4 ഭാഗത്തോളം എത്തിച്ചു കൊടുക്കുക. ഇനി ബാക്കി വന്ന ക്രീം ഉണ്ടല്ലോ, അതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ ഈ വായ്ഭാഗം തുറന്ന് ഇതിന്റെ അകത്തേക്കായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഇതിന്റെ ഈ അഗ്രഭാഗം ഉണ്ടല്ലോ, ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ച് അഗ്രഭാഗം ഒന്ന് മടക്കി കൊടുത്ത് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുത്ത് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്താൽ അവിടെ ലോക്കായി മാറും. മുഴുവനായും ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ഇതും ഫ്രീസറിലേക്ക് മാറ്റാം. 10-12 മണിക്കൂർ വെക്കുമ്പോഴേക്കും ഇത് സെറ്റായി കിട്ടും കേട്ടോ. ഇപ്പോൾ ഒരു രാത്രി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഐസ് എടുത്ത് നോക്കാം.
ഇത് പെട്ടെന്ന് ഇളകി വരുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ശകലം വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഇറക്കി വെക്കുക. വെള്ളത്തിലേക്ക് ഐസ് ട്രേ ഇറക്കി വെച്ചാൽ പെട്ടെന്ന് ഇളകി പോരും. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഐസ് നമുക്ക് നമ്മുടെ വീടുകളിൽ വെച്ച് തയ്യാറാക്കാം. നമ്മുടെ മക്കൾക്ക് നല്ലത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.